നമ്മുടെ കൈകൊട്ടിക്കളി ഓണക്കളി ആണ്. തിരുവാതിരക്കളിയല്ല, ഓണത്തിന് കളിക്കാവുന്ന ഒരു കളിയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈസിയായിട്ട് എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൈകൊട്ടിക്കളി. അതിൽ കൈകൊട്ടൽ മാത്രമേ ഉള്ളൂ. അവിടെ പ്രത്യേകിച്ച് കുമ്മിയുണ്ടോ അങ്ങനെയൊന്നും ചോദ്യമില്ല. കൈകൊട്ടിക്കൊണ്ട് നമ്മളൊരു പാട്ടെടുക്കുന്നു, അത് മുഴുവൻ കൈകൊട്ടി നമ്മൾ പലതരത്തിൽ ചുവട് വെച്ച് ചെയ്യും. അതാണ് കൈകൊട്ടിക്കളി എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലെ കൈകൊട്ടിക്കളിയാണ് കേട്ടത്. തിരുവാതിരക്കളിയല്ല എടുത്തു പറയുന്നത് ഓണക്കളി എന്ന് പറയാം. കൈകൊട്ടിക്കളിയൊന്നും വേണ്ട, ഓണക്കളി എന്ന് പറഞ്ഞാൽ മതി. ഓണത്തിനൊക്കെ സാധാരണ ചെയ്യാൻ പറ്റിയ ഒരു ഡാൻസാണ്, ഒരു നൃത്തരൂപം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതാണെങ്കിൽ ഇവിടെ അപ്പം അത് നമ്മൾ മാവേലി നാട് പാടിയത് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. അതാണ് നമ്മളിപ്പോൾ എടുത്ത് ചെയ്യിപ്പിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗം കഴിഞ്ഞ ക്ലാസ്സിലെടുത്തു, ബാക്കിയാണ് ഇന്നെടുക്കുന്നത്. എല്ലാവരും കണ്ടു നോക്കൂ. വളരെ ഈസിയായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു നൃത്തരൂപം. പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കൈകൊട്ടിക്കളിയാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. കണ്ടു നോക്കുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓണക്കളിയാണ് അല്ലെ, കൈകൊട്ടിക്കളിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം നമ്മളെടുത്ത് മാവേലി നാടുവാണിയിരുന്നാലും എന്നിട്ട് നമുക്ക് ബാക്കി പഠിക്കാം. നമുക്ക് നമ്മുടെ നമസ്കാരം. ശരി, അപ്പം നമ്മൾ അന്ന് പാടി നിർത്തിയതിൻ്റെ ബാക്കി നമുക്ക് ഇന്ന് പാടാം. അപ്പം ഇന്ന് നടക്കുന്ന സംഭവമാണല്ലേ, ഇന്ന് നടക്കുന്ന സംഭവത്തെ ഞാൻ പാടാൻ പോണത്. ദുഷ്ടരെ കൺകൊണ്ട് കാണുന്നില്ല, ദുഷ്ടരെ കാണാനേ ഇപ്പോഴത്തെ നമ്മുടെ കാലത്തില്ലേ, നല്ലവരല്ലാതെ ഇല്ല പാരിൽ. അപ്പം ദുഷ്ടരെ കൺകൊണ്ട് കാണുമ്പോൾ ആരുടെ കാലത്തമ്മ എൻ്റെ കാലത്തിൻ്റെ കഥ പറയുകയാണ്. ദുഷ്ടരെ കൺകൊണ്ട് കാണുമ്പോൾ നല്ലവരല്ലാത്ത ആരും ഇല്ലായിരുന്നു അന്നത്തെ കാലത്ത്. നമുക്ക് ഈ പാട്ട് പാടിയ മാത്രം വരെ നമുക്ക് അങ്ങനെ ആയി തീരാം കുറച്ചെങ്കിലും. അല്ലെ, നമ്മളൊരു 4-5 പേര് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം, ചെറിയ വിശ്വാസം. അപ്പം നമുക്ക് അതിൻ്റെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, റൗണ്ടായിട്ട് നിൽക്കണം. ആ പാട്ടിന് ചെയ്യാൻ പോകുന്നത്, അതായത് ഇപ്പൊ ദുഷ്ടരെ പാടിക്കും അറിയാലോ പാട്ട്. ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരി. അപ്പൊ അതിങ്ങനെയാണ് നോക്കിക്കൊടുക്കുന്നത്. ദുഷ്ടരെ, അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് ജമ്പ് ചെയ്യുക, ചെറുതായിട്ട് ഇത്രയേ ഉള്ളൂ, ഒന്ന് ചെറുതായി. ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരി. ആദ്യം നിങ്ങളിട്ടുണ്ട്, പിന്നെ തിരിച്ചടുത്ത് വീണ്ടും ഒന്നുകൂടെ പാടുമ്പോൾ നിങ്ങൾ തിരിച്ചു വരും. മനസ്സിലായല്ലേ? സിമ്പിൾ സ്റ്റെപ്സ് അല്ലേ, നിങ്ങൾ വലിയ സ്റ്റെപ്സ് പഠിച്ച ആളുകളല്ലേ. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം അല്ലേ? മനസ്സിലായോ? സംശയം ഒന്നുകൂടെ വേണ്ടി കാണിച്ചു തരാം. താങ്കൾ മനസ്സിലായല്ലേ? സംശയം ഉണ്ടോ? ഇല്ല, ചെയ്തോളൂ. നോക്കാം നമുക്ക്. റൗണ്ട് ആയിട്ട് റെഡി. കൺകൊണ്ടു സംശയമില്ലല്ലോ അല്ലേ? ഒന്നുകൂടെ നമുക്ക് ചേർത്ത് ചെയ്യാം. റെഡി? കൺകൊണ്ടു ഇതാണ് ഫസ്റ്റ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ലൈൻ കുറച്ച് വ്യത്യാസം വരും, അത് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. നമുക്ക് അടുത്ത ലൈനാണ്. അടുത്ത ലൈൻ അറിയാമോ പാട്ട്? എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ആലയം മൊക്കെയും എന്നുണ്ടോ? ആലയം മൊക്കെയും ആലയം മൊക്കെയും ഒന്നുപോലെ ഒന്നുപോലെ. ഈസിയല്ലേ സ്റ്റെപ്പ്? ടീച്ചർ കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയല്ലേ? ആണോ? ഒന്നുകൂടെ ചെയ്ത് നോക്കാം നമുക്ക്. ആലയമൊക്കെ ഒന്നുപോലെ ചെയ്തോളൂ. ഒരുമിച്ച്. അപ്പൊ ആ തേയില തിരിയണത് എല്ലാരും ഒരുമിച്ച് തിരിയണം. ഒന്ന് കറക്റ്റാണ് ചെയ്ത്. ചെറിയൊരു 2 കൊട്ടുണ്ട്. ഒന്നുപോലെ അല്ല, അവിടെ തേയിലയാണ് പറയുന്നത്. ഒന്നുകൂടെ. ഒന്നുപോലെ
തെറ്റിച്ച് കേട്ടില്ല. ഇവിടെ നിന്നാലും സൗണ്ട് ആവും. ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് ചെയ്യാം. മനസ്സിലായാലും എങ്ങനെയാണെന്ന് പറ. മക്കയും പഠിച്ചാലോ നിങ്ങൾ? ഞാൻ പറഞ്ഞു തന്നേരം ആദ്യ സ്റ്റെപ്പ് തന്നെയാണ്. അപ്പൊ ആദ്യത്തെ മുകളിൽ കാണേണ്ടത് അങ്ങനെയല്ലേ? അലയം മക്കയും ഒന്നുപോലെ ഒന്നുപോലെ അങ്ങനെയല്ലേ? കറങ്ങുന്നത് ആദ്യത്താണേ. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ എല്ലാവരും ചെയ്തു തന്നിട്ട് പോലെ തന്നെ ചെയ്തു. അങ്ങനെ മനസ്സിലായല്ലേ? സിമ്പിൾ സ്റ്റെപ്പാണ്. നമ്മൾ ഇന്നടുത്ത് നല്ല ചെയ്യുന്ന സ്റ്റെപ്പാണ്. നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടും ചവിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ഇതാ ഇതാണ് 1 2 3 4 1 2 3 4 ഇത്രയേ ഉള്ളൂ. മനസ്സിലായ? സ്റ്റെപ്പ് ഇല്ല. കൈ അടിക്കുക, നിൽക്കുക, കൈ അടിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഒരാൾ പുറത്തോട്ടും ഒരാൾ അകത്തോട്ടും. അപ്പൊ ഇവിടെ നിന്ന് കൊടുക്കാം. താങ്കളെ കൊണ്ട് അകത്തോട്ടോ പുറത്തോട്ടോ? ഫസ്റ്റ് അകത്ത്, പുറത്ത്, അകത്ത് പുറത്ത്. മനസ്സിലായി? അപ്പൊ ഒന്ന് അകത്തും പുറത്ത് മാത്രം ചവിട്ടാതൊന്ന് ഇങ്ങനെ ആരൊക്കെ അകത്ത് പുറത്ത് നിൽക്കണേ നോക്കട്ടെ. അതാണ്. അപ്പൊ ഇനി തിരിച്ച് നിങ്ങൾ പുറത്തിറങ്ങും. നിങ്ങൾ അത്രയാണ്. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ചെയ്യട്ടെ അല്ലേ? മനസ്സിലായില്ലേ സ്റ്റെപ്പ്? അപ്പൊ എങ്ങനെ ചെയ്യും? 1 2 തിരിയട്ടെ. 1 2 അവിടെ രണ്ടുപേരും ഒരുമിച്ച് ഒരേ സൈഡ് തിരിഞ്ഞു. ഒന്നും കൂടെ 1 2 ഇനി തിരിയണം. 1 2 ഇനി ഇങ്ങോട്ടാണ് തിരിയേണ്ടത്. അടുത്തത് 1 2 തിരിച്ച് 1 2 അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ജഗം കൊണ്ടെല്ലാവരും നല്ല കാലമാണിഞ്ഞപ്പോ നല്ല ആഭരണമാണ്. ജഗം കൊണ്ടെല്ലാവരും നല്ല ആഭരണമാണിഞ്ഞ കാലം. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ തനി തങ്കമായിരുന്നു, സ്വർണ്ണമായിരുന്നു. സ്വർണത്തിന്റെ ആഭരണമാണ് അന്നത്തെ ആളുകൾ അണിഞ്ഞത്. ഇന്നത്തെ നമ്മളൊക്കെ ഒന്നും പറയണ്ട, എന്താണെന്ന് നമുക്ക് തന്നെ അറിയില്ല. അപ്പൊ അതാണ് സംഭവം. അപ്പൊ നമുക്ക് മാവേലി വരാൻ പോകണം. മാവേലി നമുക്ക് എഴുന്നേൽപ്പിക്കണം അല്ലെ? എഴുന്നേറ്റ് കൊണ്ടുവരണം നമുക്ക്. അപ്പൊ നമുക്ക് ചെയ്യാം. നല്ല കാലം അത് ചെയ്യാം. എല്ലാം നല്ല വരികളാണ് അല്ലെ? എന്ത് നല്ല വരികളെല്ലാം. നല്ല ഭരണമണിഞ്ഞ കാലം, നല്ല കരകം കൊണ്ട് എല്ലാവരും നല്ല ഭരണമണിഞ്ഞ കാലം. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് ചെയ്തു കേട്ടാ, നന്നായിട്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇങ്ങോട്ട് വരിക. എല്ലാവരും ഇതൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സും കൂടെ നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ. അപ്പൊ ഇത് നമ്മളിപ്പോ ചെയ്യുന്നത് ഓണക്കളി, കൈകൊട്ടിക്കളിയാണ്. നമ്മൾ തിരുവാതിര പോലെ നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് വെറുതെ കൈ കൊട്ടുന്നത് ഒരു സന്തോഷം അല്ലെ? ഓണത്തിനെ വരവേൽക്കാനായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. കൈകൊട്ടിക്കളി കണ്ടല്ലോ അല്ലേ നിങ്ങൾ? എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത് ഭയങ്കരമായിട്ടുള്ള അങ്ങോട്ട് തിരിഞ്ഞിങ്ങനെ കൈ വയ്ക്കണം അങ്ങനെ ഒന്നുമില്ല. വെറുതെ തട്ടി ചെയ്യാൻ. അതിന് പ്രത്യേക തട്ടലില്ല. നമ്മൾ കൈകൊട്ടിക്കളി നല്ല തിരുവാതിരക്കളിയൊക്കെ നമ്മൾ ആ തട്ടുന്നത് ഇങ്ങനെ തട്ടാൻ പാടില്ല അല്ലേ? കൈകൊട്ടിക്കളിയാണ് നമ്മൾ കൈകൊട്ടി കളിക്കുന്ന ഓണക്കളി. കൈകൊട്ടിക്കളി ഞാൻ അങ്ങനെ പറയുന്നത് ഓണക്കളി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം. നമ്മുടെ അതാത് ദേശത്തെ ഓരോ രൂപങ്ങളല്ല. ഇപ്പം ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ കൈകൊട്ടിക്കളി. തൃപ്പൂണിത്തുറയിൽ കൈകൊട്ടിക്കളി എന്നും പറയും, ഓണക്കളി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്യിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതും ഞങ്ങൾ വീട്ടുമുറ്റത്തൊക്കെ ചെയ്തിട്ടുള്ളതും സാധാരണമായിട്ടുള്ളൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇത് എന്തോന്ന് എനിക്കറിയാം. അടിസ്ഥാനപരമായിട്ടുള്ള സ്റ്റെപ്സുകളോ ചൂടുവയ്പ്പുകളോ കൈയെടുക്കുക അങ്ങനെ ഉള്ളതായിട്ട് എനിക്കറിയില്ല. അറിയാവുന്ന ആരെങ്കിലും ദയവായിട്ട്
പറഞ്ഞു തരണം. എനിക്ക് ഇത്ര എൻ്റെ അറിവ് വെച്ച് ഞാനൊന്ന് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ബോറാക്കാൻ പാടില്ല. നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇവർ പഠിച്ചു വരുന്നുണ്ട്. രസം ഞങ്ങൾക്കൊരു ഓണത്തിന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം. ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് നമുക്ക് ചെയ്യാമല്ലോ, നമ്മുടെ ഓണക്കളിയായിട്ട് ചെയ്യാമല്ലോ. ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പറ്റുമെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. ഓണത്തിനാവട്ടെ, ഇനി ദിവസം ഉണ്ടല്ലോ ഓണത്തിനല്ലേ. എല്ലാവരും കാണുക. കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കണ്ടാലേ ഇഷ്ടപ്പെട്ടില്ല, എല്ലാവരും കാണണം കേട്ടോ. കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാനിങ്ങനെ കണ്ടിട്ട് പോകുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ നിർബന്ധിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇത് വരും. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ വരുന്നവർക്ക് നിങ്ങൾക്ക് ഉടനെ കിട്ടും, കാണാൻ പറ്റും. എല്ലാവരും കണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. നമസ്കാരം.